എന്ത് തന്നെയായാലും എല്ലാരും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഒട്ടും ശരിയായില്ല. ഇത് പറയുന്ന ആൾക്ക് അവിടെ തന്നെ നിൽക്കായിരുന്നില്ലേ? ഞാൻ ഇറങ്ങിയത് അളിയന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്ന് കരുതിട്ടാ. എന്നാ ഞാൻ അങ്ങനെയല്ല. ആ തെമ്മാടി ഇനി അവിടെ വരില്ലാന്ന് ഏട്ടൻ ഇവിടെ ഒന്ന് ഉറപ്പാന്നാലേ ഞാനും എന്റെ കുടുംബം ഇനി അങ്ങോട്ടുള്ളൂ. എന്നാലും ഒരു തരി മണ്ണ് പോലും തരില്ല എന്ന് പറഞ്ഞത് അഹങ്കാരം തന്നെയാ. നിനക്കെന്താ ദഹനക്കേട് വല്ലതും ഉണ്ടോ? വെറുതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അയ്യോ, ദഹനക്കേട് മാത്രല്ല, മൗനവ്രതം കൂടിയാ. വലിയേട്ടനെ കാണാഞ്ഞിട്ട് കുഞ്ഞനീന് ഉറക്കം വന്നില്ല. അങ്ങോട്ട് വരാൻ പറ്റാവോ? ആരാ? ഞങ്ങളാ. ആഹാ, മട്ടനും ചിക്കനൊക്കെ നിരത്തി വെച്ച് വട്ടം കൂടിയിരുന്ന് എല്ലാരും കുടുംബം കളിക്കല്ലേ. ആ പാവത്തിനോടെ ഇങ്ങനെയൊക്കെ തന്നെ വേണം. റെക്കമെൻഡേഷൻ ആണെങ്കിൽ വേണ്ട. ഇല്ലാത്ത കഷ്ടപ്പാടും പറഞ്ഞ് വല്ല ചില്ലറ മേടിക്കാൻ വന്നാണെങ്കിൽ അത് അവിടെ പോയി പറഞ്ഞ് വാങ്ങിച്ച് സ്ഥലം വിട്ടോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം. കുടുംബ പ്രശ്നം എന്നാ നിനക്കൊക്കെ കുടുംബം ഉണ്ടായത്? ആ മനുഷ്യൻ അക്കരെ പോയി രാപ്പകില്ലാതെ കഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ നിനക്കൊക്കെ ഇങ്ങനെ വെച്ചു വിളമ്പിത്താൻ ഒരു കുടുംബം ഉണ്ടായത്? ഒന്ന് നിന്നേ, നീ ഇതെങ്ങോട്ടാ മണവാട്ടി അടിച്ച മാതിരി തലയും താഴ്ത്തി? എടാ, ഇത്രയും കാലത്തിനിടക്ക് ഈ അലക്കിത്തച്ച സാധനത്തിലേക്ക് കഞ്ഞിപ്പശ വാങ്ങാനുള്ള ചില്ലറ പോലും സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ നീയൊക്കെ? അതൊക്കെ പോട്ടെ, പ്രേമിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ കൊടിവെച്ച കാറിലെ പണ്ടാരടങ്ങൂന്ന് പറഞ്ഞിട്ട് അവസാനം ദാ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് നിന്റെ നെഞ്ചത്ത് കരിങ്കൊടി കുത്താൻ ഇറങ്ങി പുറപ്പെട്ടപ്പോ അവിടെ വന്ന് അടിയും പിടി ഉണ്ടാക്കി തന്റെ ഇടത്തോടെ വിളർക്കിക്കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഏട്ടനെ കിട്ടാൻ പുണ്യം ചെയ്യണോടാ, പുണ്യം. നിങ്ങൾ വലിയ വീരവാദം പറയുന്നുണ്ടല്ലോ. അത്രയ്ക്ക് സ്നേഹമുള്ള ആളാണ് ഏട്ടനെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ? എന്തിനാ തിരിഞ്ഞു നോക്കണത്? വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് നിങ്ങൾ എല്ലാരും കൂടി താമസിക്കുന്ന റെയിൽവേ സ്റ്റേഷന്റെ പുറകിലൊന്നല്ലോ, നല്ല ഒന്നാന്തര മണിമാളികയിൽ തന്നെയല്ലേ. ഒരു PWD ക്ലർക്കിന് താമസിക്കാൻ ഇരുന്നല വീട്, AC ബെഡ്റൂം, മുറ്റത്ത് മുന്തിയ കാറ്, ഇതൊക്കെ ഏട്ടൻ നേരത്തിന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായതല്ലേ. അല്ലാതെ നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ടായതല്ലോ. എന്നിട്ട് ഇപ്പോഴും തിരിഞ്ഞു നോക്കാതെ എന്റെ പരാതിയാ. നല്ല പ്രായത്തിൽ ലക്ഷങ്ങൾ സമ്പാദ്യമുള്ള കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ട് ചന്ദ്രേട്ടന് അബുദാബിയില്. അപ്പോഴൊക്കെ പറയും അമ്മയും കൂടപ്പുറപ്പോഴും കണ്ടിട്ട് ഇഷ്ടാവണമെന്ന് മതിയെന്ന്. അങ്ങനെ മാറ്റി വെച്ചതാ ചന്ദ്രേട്ടന്റെ ജീവിതം. എന്നിട്ട് ഇപ്പൊ ഏതോ ഒരു പെണ്ണിന്റെ കുട്ടിയുടെ പേരും പറഞ്ഞ് ആ ഏട്ടൻ അവിടെ ഒറ്റക്കിട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി മൂപ്പർക്കെതിരെ വട്ടമേശ സമ്മേളനം നടത്തേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളൊക്കെ കാരണം ആ ഏട്ടന്റെ കണ്ണിൽ ആ മുറ്റത്ത് വീണ മുടിഞ്ഞു പോയി കാണുന്നതൊക്കെ. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് വേണം ചന്ദ്രേട്ടനെ. കൊണ്ടുപോകും അങ്ങോട്ട്, എന്നിട്ട് അവിടെ ഉണ്ടാക്കുന്നല്ല ഒന്നാം തരം ഒരു കുടുംബം. പിന്നെ ആ ഏട്ടനെ ഒന്ന് കാണണമെങ്കിൽ കുടുംബ സമേതം വിസിറ്റിംഗ് വിസ എടുക്കേണ്ടി വരും, പറഞ്ഞേക്കാം. പിന്നെ പല കഷ്ടപ്പാടുകളും പറഞ്ഞ് ആ വകയിൽ ചന്ദ്രേട്ടന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചില്ലറ മേടിച്ചിട്ടുള്ളതന്നെ ജോസ്. ഇപ്പോ ഇവിടെ ഇങ്ങനെ വന്ന് നിങ്ങളോട് രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലേ ആ വകുപ്പിൽ ഞാനുണ്ട് ചന്ദ്രേട്ടന്റെ ചോറേ ദഹിക്കാതെ അങ്ങനെ കിടക്കും മരണം വരെ. എന്തായാലും തീറ്റ മുടക്കണ്ട, നടക്കട്ടെ, വെട്ടി വിഴുക് പടാ. ഇല്ല, ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരായി പോയ 2 ജന്മങ്ങളാ ഞാനും എന്റെ മോളും. അങ്ങനെയുള്ള ഞങ്ങള് കാരണം ആ കുടുംബത്തിന്റെ സന്തോഷം ഇല്ലാതാവാൻ പാടില്ല. ഒരിക്കൽ അച്ഛനോടൊപ്പം ഞാൻ ആ വീടിന്റെ പടി ഇറങ്ങിയപ്പോ ആ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ഞാൻ കാരണം ഇനിയും ആ മനസ്സ് വേദനിച്ച് അരുത്, അതുണ്ടാവരുത്. എല്ലാം പറഞ്ഞു കേട്ടപ്പോ ചന്ദ്രേട്ടന്റെ കാര്യത്തിൽ സങ്കട തോന്നണത്. ഇത്രയും കാലം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാ ചന്ദ്രേട്ടൻ ജീവിച്ചത്. ഇനിയുള്ള കാലം കൂട്ടിനൊരാള്, അങ്ങനെ ആലോചിച്ചൂടെ? ഓരോന്നിനും ഓരോ കാലമുണ്ട്. ഇപ്പൊ എനിക്ക് വലുത് എന്റെ മോള. നിങ്ങൾ ചെല്ല്. കഴിക്കണില്ലേ? വാ. കുട്ടിയോളം ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്താന്നറിയില്ല, ഒരു സുഖം കിട്ടണില്ല. ഒരു തരി മണ്ണ് പോലും ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കാനല്ല, പെട്ടെന്ന് അങ്ങോട്ട് വീതിച്ചു കൊടുത്താ അതോടെ എല്ലാരും കൂടൊഴിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടാ. ഇനി അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്കെന്തിനാ അമ്മ ഇതൊക്കെ? പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ, വരുമോ? എന്താ മോളെ, എന്താ ഈ നേരത്തെ? സോറി അങ്കിളെ,
അന്ന് അങ്കിളിനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്. പേടിയായതുകൊണ്ട്. എനിക്ക് എല്ലാരെയും പേടിയാ. ഈ അങ്കിള് പാവ, എന്റെ മമ്മയും പാവ, ഞങ്ങൾക്ക് ആരുമില്ല. ഇനി എന്റെ അച്ഛൻ വന്നാ ഞങ്ങളെ കൊല്ലും. അങ്കിളിനെ അറിയാഞ്ഞിട്ടാ ഞാൻ എന്റെ മമ്മയുടെ മോളല്ല. സത്യ ഞാൻ പറയണേ. ഇതിനു വേണ്ടിട്ടായിരുന്നല്ലേ ഒരു മറുപടി കത്ത് പോലും അയക്കാതെ നീ? ഇല്ല, എന്നെ എന്റെ കുഞ്ഞിനെ പെരുവഴിയിലാക്കിയിട്ട് നീ അങ്ങനെ സുഖിക്കണ്ട. എന്റെ ഗതി ഇവൾക്കുണ്ടാവരുത്. വിടില്ല ഞാൻ, വിടില്ല. അയ്യോ വിടില്ല ഞാൻ. എന്തായത്? ആരാ നിങ്ങള്? നിന്നെ പോലെ തന്നെ ഇവൻ താലി കെട്ടി പെണ്ണ ഞാനും. ഇത് കണ്ടോ, അതിലുണ്ടായ മകളായത്. എന്നെ കൊന്നാൽ ഇവനെ ഞാൻ വിടില്ല, വിടില്ല ഞാൻ. കൊച്ചിന്റെ പേരും പറഞ്ഞ് ഇതിനെങ്ങാനും തടസ്സന്നാണല്ലോ, കൊന്ന് തള്ളും ഞാൻ. എന്നെ കൊല്ല്, എന്നെ കൊല്ലടാ, കൊല്ലടാ എന്നെ, കൊല്ല്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എപ്പോഴെങ്കിലൊക്കെ എന്നെ ഒന്ന് വന്ന് കണ്ടാ മതി. മോളെ, ചിന്നി മോളെ, മോളെ, മോളെ. ഈശ്വര, എന്റെ മോള്. ദൈവമേ, എന്റെ മോള് ഇതെവിടെ പോയി? മോളെ, മോളെ, ചിന്നി മോളെ, മോളെ. എന്താടി ഒരു വെപ്രാളം? നിന്റെ പുന്നാര മോളെ കാണാനില്ലല്ലേ? അപ്പൊ നീയാണ് എന്റെ മോളെ. എന്റെ മോൾ എവിടെ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ പിന്നെ വെച്ചിക്കില്ല ഞാൻ. എന്റെ മോൾ എവിടെ? ആർക്ക് വേണോടി ആ അസത്തിനെ? എനിക്ക് വേണ്ടത് നിന്റെ ആ പൊന്നുമോളെയല്ല, നിന്നെയാ. നമുക്ക് നഷ്ടപ്പെട്ട ആ അതിരാത്രി ഇന്നിവിടെ വെച്ചങ്ങ് ആഘോഷിക്കാം. എന്റെ അച്ഛന് മതി ആ പന്നിക്ക്. അപ്പൊ ഈ പുരമനയിൽ ചന്ദ്രൻ
കാവൽക്കാരനും രക്ഷകനുമായിട്ട് ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ട് അല്ലേ? അതെ, ഞാൻ കാവൽക്കാരനാ. സ്നേഹിക്കുന്നവർക്കെന്നും ഈ പുരമനയിൽ ചന്ദ്രൻ കാവൽക്കാരനാ. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. നീ അനാട്ടമി പഠിച്ച മെഡിക്കൽ കോളേജ് മുതൽ നീ 8 കൊല്ലം കിടന്ന കാരാഗ്രഹം വരെ നിന്റെ പ്രശ്നം പെതടിനും പെണ്ണുമാ. അതിനൊരൊറ്റ ചികിത്സയുള്ളൂ. അത് നീ പഠിച്ച മെഡിക്കൽ സയൻസിലില്ല. ചന്ദ്രൻ ആ ചികിത്സ നന്നായി അറിയാം. അടി നല്ല ചുട്ട. ഇത്തിരി പോന്ന ഈ ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പാവങ്ങളെയൊക്കെ കാലാകാലം നിന്റെ കാൽച്ചുവട്ടിൽ നിർത്താമെന്ന് വിചാരിച്ചു. അച്ഛൻ എന്ന 2 അക്ഷരം കൊണ്ട് ലോകത്തിൽ എവിടെയും ഒരുത്തനും ഒരു കുഞ്ഞിനും അച്ഛനായിട്ടില്ല. അതിനെ സ്നേഹിക്കണം. ഒരു താലി ചരടുകൊണ്ട് ഒരുത്തനും ഒരു പെണ്ണിന് ഭർത്താവായിട്ടില്ല. അതിനെ സ്നേഹിക്കണം. ഞാൻ കാവലിരിക്കണ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കൂടപ്പിറപ്പുകളെ നീ വിറപ്പിക്കും അല്ലടാ? പച്ച ചോരയുടെ മണം നിനക്ക് ഹരമാണല്ലേ? എന്നാ നിന്നെയൊക്കെ കൊന്നകത്ത് പോയാൽ അതിന്റെ പേരിൽ ദുഃഖിക്കാൻ ചന്ദ്രൻ ആരുമില്ല. ഒറ്റയ്ക്ക എന്നും ഒറ്റയ്ക്കാ ചന്ദ്രൻ. ഇനി ഈ പരിസരത്തെങ്ങാനും കണ്ട കൊല്ലം.